അഫ്ഗാൻ മണ്ണിൽ 10 സാധാരണക്കാർ കൊല്ലപ്പെട്ട പാക് വ്യോമാക്രമണത്തിന് അതേ നാണയത്തിൽ പ്രതികാരമുണ്ടാകുമെന്ന് താലിബാൻ മുന്നറിയിപ്പിനെ തുടർന്ന് നട്ടാൽ മുളയ്ക്കാത്ത നുണയുമായി പാക് സൈന്യം. പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണങ്ങളിൽ 9 കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ 10 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി താലിബാൻ സർക്കാർ ചൊവ്വാഴ്ച രാത്രി ആരോപണം ഉന്നയിച്ചു. ഈ ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് വിശേഷിപ്പിച്ച താലിബാൻ ഉചിതമായ മറുപടി നൽകിയിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകാൻ കാരണമായി. കാബൂൾ സർക്കാരിന്റെ വക്താവായ സബീഹുള്ള മുജാഹിദീനാണ് ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. പരിക്കേറ്റ മറ്റു സാധാരണക്കാർ സമീപ പ്രവിശ്യകളിൽ ചികിത്സയിലാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇത് അഫ്ഗാനിലെ സാധാരണക്കാരുടെ ഭവനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രകോപനത്തിന് അതേ നാണയത്തിൽ കാബൂൾ പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം അഫ്ഗാനിലെ സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പല ദിക്കുകളിൽ നിന്നും പാകിസ്ഥാന് വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഇതോടെ ഒരു സാധാരണക്കാരെയും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല, അഫ്ഗാൻ നുണ പറയുകയാണ് എന്ന സ്ഥിരം നമ്പറുമായി വരുമെന്ന് പ്രതീക്ഷിച്ച എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പാക് സൈന്യം. അഫ്ഗാന്റെ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ച് ഇങ്ങനെ ഒരു വ്യോമാക്രമണം തങ്ങൾ നടത്തിയിട്ടേയില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. സൈന്യത്തിന്റെ മീഡിയ വിഭാഗം ഉടൻ തന്നെ പ്രസ്താവന ഇറക്കി. ഞങ്ങൾ ഒരു വ്യോമാക്രമണം നടത്തിയിട്ടില്ല, ഈ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. പാകിസ്ഥാൻ സൈന്യം സാധാരണക്കാരെ ഒരിക്കലും ലക്ഷ്യമിടില്ലെന്നും തങ്ങളുടെ നടപടികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ മാത്രമാണെന്നും അവർ പറയുന്നു. ഈ വർഷം ഒക്ടോബറിൽ നടന്ന അതിർത്തിയിലെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇരുപക്ഷവും താൽക്കാലികമായ ഒരു വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ പുതിയ സംഭവ വികാസങ്ങളോടെ ഈ സമാധാന ശ്രമം വീണ്ടും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാബൂളിന്റെ പ്രതികാര പ്രതിജ്ഞയും ഇസ്ലാമാബാദിന്റെ ആക്രമണത്തിന് മേലുള്ള ഉത്തരവാദിത്തമില്ലായ്മയും മേഖലയിൽ വലിയ സംഘർഷത്തിന് വഴി തുറന്നേക്കാം. ഇതൊരു പകരത്തിനു പകരം എന്നൊരു രീതിയിലുള്ള ആക്രമണ പരമ്പരയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.